ഇന്ന് ലോകമെമ്പാടും ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഗ്രേസ് കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഈ ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന ഈ മീറ്റിംഗ് ലോകം മുഴുവൻ കാണുവാൻ ഇങ്ങനെ ഗ്രേസ് കമ്മ്യൂണിറ്റി ടിവിയിലൂടെ കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദീർഘനാളത്തെ ആഗ്രഹവും പ്രാർത്ഥനയും പരിശ്രമവുമാണ് ലോകമെമ്പാടും നമ്മുടെ മീറ്റിങ്ങുകൾ ഇങ്ങനെ കാണുവാൻ കർത്താവായിട്ട് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായിട്ട് യേശുവിന് മഹത്വം കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിദേശത്തോ സ്വദേശത്തോ ഉള്ള പ്രിയപ്പെട്ടവർ ആരായിക്കോട്ടെ, അവരെ എല്ലാം വിളിച്ച് ഈ മീറ്റിങ്ങുകളുടെ വിവരം വിളിച്ചു പറയണം. ലോകമെമ്പാടും ഈ നെയ്യാറ്റിൻകര നടക്കുന്ന മീറ്റിംഗ് ഗ്രേസ് കമ്മ്യൂണിറ്റി TV.com എന്ന സൈറ്റിലൂടെ ലോകം മുഴുവൻ ദൃശ്യമാണ്. കാണുവാൻ, അനേകരെ കാണിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഇന്ന് ഓൺലൈനിലൂടെ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരെ കർത്താവിന്റെ നാമത്തിൽ ഈ പ്രത്യേക മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അതിപ്രധാനമേറിയ ഒരാലോചന നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൽ ഈ സമയത്ത് അരുൾ ചെയ്യാനായി പോകുകയാണ്. അതിവേഗത്തിൽ നിങ്ങളുടെ ആലോചനയെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ശ്രദ്ധയെ നാം ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വിളിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നത് കേൾക്കുക. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല. കരമടിച്ച് ഈ വാക്യത്തിനായിട്ടൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞു. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത്. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം ആരംഭിക്കുന്നത് 9-ാം അധ്യായത്തിൽ തന്റെ 12 ശിഷ്യന്മാരെ നിയോഗിച്ചയച്ച ശേഷം പിന്നെയും യേശു 70 ശിഷ്യന്മാരെ തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുന്ന രംഗത്തോടുകൂടിയാണ്. ഇതുവരെ രംഗത്ത് കണ്ടിട്ടില്ലാത്ത 70 പേർ കർത്താവിന്റെ വചനത്തിന്റെ ശുശ്രൂഷയുമായി പുറപ്പെടുന്ന രംഗത്തോടുകൂടിയാണ് ഈ പ്രത്യേക അധ്യായം ആരംഭിക്കുന്നത്. ഈ 70 പേർ ആരായിരുന്നു? ഈ 70 പേർ എവിടുന്ന് വന്നു? ഈ 70 പേരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇവരിപ്പം വരേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു? നിങ്ങൾക്ക് മുമ്പിലത്തെ അധ്യായം വായിച്ചാൽ അറിയാം. അന്ന് വരെ നിലവിലുണ്ടായിരുന്ന 12 ശിഷ്യന്മാരിൽ പലരും പലതും പറഞ്ഞ് പലതും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് തന്റെ പദ്ധതി ചെയ്യാനായിട്ട് ഈ 12-ൽ ഉൾപ്പെടാത്ത വേറെ ഒരു 70-നെ എഴുന്നേൽപ്പിച്ചു. ഈ 70 പേർ രഹസ്യ ശിഷ്യന്മാരായിരുന്നു യേശുവിന്റെ. പക്ഷെ കാലം വന്നപ്പോൾ അവര് കർത്താവിന്റെ പരസ്യ ശിഷ്യന്മാരായി. അവര് പോയി, ഭൂതങ്ങൾ പുറത്തായി, രോഗികൾ സൗഖ്യമായി, അസാധാരണമായ വീര്യപ്രവൃത്തികൾ അവരുടെ കയ്യാൽ നടന്നു. മുമ്പൊന്നും അവരിത് ചെയ്തിട്ടില്ല. മുമ്പൊന്നും അവരുടെ കയ്യാൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഈ മാർഗത്തെക്കുറിച്ചോ ഈ യേശുവിന്റെ നാമത്തിൽ നടക്കുന്ന അത്ഭുതത്തെക്കുറിച്ചോ ഒന്നും അറിയത്തില്ലാത്ത ഇവരുടെ കയ്യിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും സംഭവിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഈ മേളിലുള്ള അധ്യായങ്ങൾ വായിച്ചാൽ അറിയാം. ആ 70 പേർ മടങ്ങി വന്ന് യേശുവിന്റെ അടുക്കൽ പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കോടുകൂടിയാണ് 17-ാമത്തെ വാക്യം. ശ്രദ്ധിക്കുക. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ നിന്റെ നാമം പറഞ്ഞപ്പോൾ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം അവരുടെ ഇടയിൽ. കാരണം ഇവർക്കിതൊന്നും പരിചയമില്ല. ഇവർ പറഞ്ഞപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകുന്നു. നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുമ്പിലത്തെ അധ്യായം വായിച്ചാൽ അറിയാം. ശിഷ്യന്മാർ 12 പേരും 24 പ്രാവശ്യത്തിൽ അധികം ശ്രമിച്ച് കാണുമായിരിക്കാം. കറക്റ്റ് എനിക്ക് എണ്ണം അറിഞ്ഞുകൂടാ. എന്തായാലും ശ്രമിക്കുകയായിരുന്നു ഒരു കൊച്ചന്റെ മേലുള്ള പിശാചിനെ പുറത്താക്കാൻ. ഉരുട്ടിയിട്ട് പിടിച്ചിട്ടും ചെക്കന്റെ മേലുള്ള പിശാച് പോകുന്നില്ല. തീയിലും വെള്ളത്തിലും തള്ളിയിടുന്ന ദുരാത്മാവ് ഒരു പിഞ്ചു പൈതലിന്റെ മേൽ കയറിയിട്ട് ആ കയറിയ പിശാചിനെ പുറത്താക്കാൻ യേശുവിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു. അവർക്കത് കഴിഞ്ഞില്ല. ശിഷ്യന്മാരെന്ന് പേരുള്ളവരുടെ കയ്യാൽ, ലോകമറിയുന്ന ശിഷ്യന്മാരെന്ന് പേരുള്ളവരുടെ കയ്യാൽ ഒന്നും നടക്കാതെ ഇരുന്നപ്പോഴാണ് ഒരു 70 പേർ ഇവർ അപ്പോസ്തലന്മാരുടെ ലിസ്റ്റിൽ പെട്ടിട്ടില്ല. ആരും ഇതുവരെ ഇവരെ യേശുവിന്റെ കൂടെ ഉള്ളവരെന്നും മാനിച്ചിട്ടില്ല. നാട്ടുകാരുടെ മുമ്പിലോ വീട്ടുകാരുടെ മുമ്പിലോ ഒന്നും ഇവർ വലിയ പരസ്യമായവരല്ല. പക്ഷെ ഇവരുടെ കയ്യാൽ അസാധാരണമായ ചിലത് നടന്നു. കരമടിച്ച കർത്താവിന് സ്തോത്രം ചെയ്ത്. അന്നും ഇന്നും ഇങ്ങനെയാ. ദൈവപ്രവൃത്തിയെ ചെയ്യുന്നതിനും അനുഭവിക്കുന്നതിനും ഏറ്റവും വലിയ തടസ്സം പാരമ്പര്യമാണ്. കണ്ടും പരിശീലിച്ചുമുള്ള വിധങ്ങളും അവിശ്വാസവുമാണ്.
കർത്താവ് വിളിക്കുന്നു ഭോഷന്മാരെ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കാൻ. കർത്താവ് വിളിക്കുന്നു ഒരു യോഗ്യതയില്ലാത്തവനെ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കാൻ. ഇവിടെ ശിഷ്യന്മാർ ഈ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. എന്തെന്നില്ലാത്ത ആനന്ദമാണ് അവരുടെ അകത്ത്. അവര് തുള്ളിച്ചാടി സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് യേശുവിനോട് പറയും, എന്റെ കർത്താവേ, ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്കിത് ഫസ്റ്റ് ടൈമാണ്. എന്നാലും ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് നിന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭൂതങ്ങൾ ഇറങ്ങുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. കർത്താവ്, ഞങ്ങൾക്ക് വലിയ സന്തോഷമായി എന്ന് പറഞ്ഞപ്പോ യേശു അവരോട് പറയുന്ന വാക്കാണ് നമ്മൾ ശുശ്രൂഷയ്ക്കായിട്ട് വായിച്ചു കേട്ടത്. ശ്രദ്ധിച്ചു കേട്ടോണം. ഇന്ന് ഈ വചനത്തിന്റെ വലിയ ജയം നിങ്ങൾ എല്ലാവരും അനുഭവിക്കണം. ഓക്കെ, അവൻ അവരോട് പറഞ്ഞത് 18-ാമത്തെ വാക്യം. യേശു അവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഇതുവരെ സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് കണ്ട് അറിഞ്ഞ് ആരും പിശാചിനെ പുറത്താക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ യേശു ശിഷ്യന്മാരോട്, ഈ 70 പേരോടും ഇതുവരെ ആരോടും പറയാത്ത രഹസ്യം പറയുന്നത്. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് താഴെ വീഴുന്നത് കണ്ടു. ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം സൃഷ്ടിച്ച ദൂതനാണല്ലോ പിന്നീട് സാത്താൻ ലൂസിഫർ എന്ന പേരിൽ പിന്നീട് നാമകരണം ചെയ്യപ്പെട്ടതും താഴെ വീഴ്ത്തപ്പെട്ടതും. നിങ്ങൾക്ക് ആ ചരിത്രം അറിയാം, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ആരാധനയ്ക്ക് ദൈവം സൃഷ്ടിച്ച ദൂതൻ അഹങ്കാരം അകത്ത് കയറിയപ്പോൾ അവന് വെട്ടി താഴെയിട്ടു. അങ്ങനെ 1/3 ദൂതന്മാർ സാത്താന്റെ പക്ഷമായി താഴെ ഭൂമിയിലേക്ക് പതിച്ചു. അന്നു മുതൽ സാത്താന്യവാസം ഈ ഭൂമിയിൽ സജീവമാണ്. പക്ഷെ ഈ വീഴ്ച കണ്ടവരാരും ഇപ്പോൾ നിലവിലില്ല. ഈ വീഴ്ച ആരും കണ്ടിട്ടില്ല. കാരണം ഇത് കഴിഞ്ഞകാല നിത്യതയിൽ സംഭവിച്ച കാര്യമാണ്. ഹല്ലേലൂയ. പിശാചിന്റെ പതനം കണ്ടവരാരും ഇതുവരെ ഉണ്ടായിട്ടില്ല. കർത്താവ് ഒഴികെ വേറെ ഒരാളും. കാരണം ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യമായത്, മാനവജാതിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യമായത്, ഇത് കാലഘട്ടത്തിന് മുമ്പേ നടന്ന കാര്യമായത്. അതുകൊണ്ട് തന്നെ ഈ അത്ഭുതം നടന്നത് കണ്ടവരാരും ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും വിചാരിക്കുന്നേ സാത്താൻ ഇപ്പോഴും വാഴുവാന്ന. പക്ഷെ കർത്താവിനറിയാം ഇവൻ വീണവനാ. സാത്താൻ ആകാശത്ത് നിന്ന് മിന്നൽ പോലെ താഴെ വീഴുന്നത് ഞാൻ കണ്ടു. കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തു. വേറെ ആർക്കും അറിയത്തില്ല സാത്താൻ വീണ കാര്യം. പക്ഷെ കർത്താവിനറിയാം ഇവൻ ആകാശത്ത് നിന്ന് മിന്നൽ പോലെ താഴെ വീണവനാണ്. സാത്താൻ ആകാശത്ത് നിന്ന് മിന്നൽ പോലെ താഴെ വീഴുന്നത് ഞാൻ കണ്ടു. അടുത്തതായി യേശു പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും വായിച്ചു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഇന്ന് പൈശാചിക മേഖലകളുടെ ഭയത്തിൽ കിടക്കുന്ന ഒരു പിടി കുടുംബങ്ങളെ കർത്താവ് അക്ഷരാർത്ഥത്തിൽ വിടുവിക്കുവാനായി പോകുകയാണ്. ഈ പല സന്ദർഭങ്ങളിൽ കേൾക്കുന്ന സുവിശേഷം പലരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. കേൾക്കുന്ന സുവിശേഷം മുഴുവൻ പിശാച് മഹത്വപ്പെടുന്ന സുവിശേഷമാണ്. സാത്താൻ അങ്ങനെ ബന്ധിക്കും, സാത്താൻ ഇങ്ങനെ ബന്ധിക്കും, സാത്താൻ നിങ്ങളുടെ കുഞ്ഞിനെ കെട്ടിവെച്ചിരിക്കുക, സാത്താൻ നിങ്ങളുടെ വീടിനെ കെട്ടിവെച്ചിരിക്കുക, പിശാച് നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ കെട്ടിവെച്ചിരിക്കുക, പിശാച് നിങ്ങളുടെ തലമുറയുടെ ഭാവിയെ കെട്ടിവെച്ചിരിക്കുക. ഇങ്ങനെ പിശാചിന് മഹത്വം കൊടുക്കുന്ന സുവിശേഷമാ മിക്കയിടത്തും പടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സത്യസുവിശേഷം ഇന്ന് യേശു നിങ്ങളോട് പറയുക, ഇവിടെ സാത്താൻ നിങ്ങളുടെ കാൽ കീഴില്ല. അവന്റെ തലയ്ക്ക് മേളിൽ നിൽക്കാൻ നിനക്ക് എനിക്കും കർത്താവ് അധികാരം തന്നിരിക്കുന്നു. തിരിച്ചറിയുന്നവർ മാത്രം കരമടിച്ച് അവന്റെ മേൽ നിനക്ക് അധികാരം. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. പിശാചിന്റെ മേൽ എനിക്ക് അധികാരം. ഞാൻ ദൈവ പൈതലായപ്പോഴേ പിശാചന്റെ കാൽ കീഴായി കഴിഞ്ഞു. ഞാൻ ദൈവ പൈതലായി കഴിഞ്ഞപ്പോഴേ പിശാചന്റെ കാൽ കീഴായി കഴിഞ്ഞു. അവൻ എന്നെ ചവിട്ടി താഴ്ത്തുകയല്ല, അവനെ ചവിട്ടാൻ എനിക്ക് എന്റെ കർത്താവ് അധികാരം തന്നിരിക്കുന്നു. ബന്ധന ഉപദേശം നിങ്ങളുടെ വീടുകളിൽ പടർത്തി വല്ലാതെ നിങ്ങളെ ബന്ധിക്കാൻ സാധ്യതയുണ്ട്. സ്നേഹിതരെ, വഞ്ചിക്കപ്പെടരുത്. നിങ്ങളുടെ വീട്ടിൽ യേശുവിനെ സ്വീകരിച്ച നിന്റെ വീട്ടിൽ വാഴുന്നത് പിശാചല്ല, പോരാട്ടമല്ല, ബന്ധനമല്ല, യേശുവാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. എടുത്തോ ഈ ജയത്തിലേക്ക് വിശ്വാസത്താൽ കാല് വെച്ച് നടന്ന് കയറിക്കെ. ഇന്ന് തന്നെ ഇവിടെ ഇരുന്ന് വിളിച്ചു പറ, ഞാൻ ജീവിക്കുന്നത് പോരാട്ടത്തിലല്ല, ഞാൻ ജീവിക്കുന്നത് യേശുവിന്റെ ജയത്തിലാ. ഒന്ന് കരമുയർത്തി പറഞ്ഞാണ്, ഞാൻ ജീവിക്കുന്നത് പോരാട്ടത്തിലല്ല, യേശുവിന്റെ ജയത്തിലാണ്. ഉറക്കെ പറഞ്ഞേ മക്കളെ, ഉറക്കെ പറഞ്ഞേ, മടി കൂടാതെ തന്റെ ഇടത്തോട് പറഞ്ഞേ, ഞാൻ ജീവിക്കുന്നത് പോരാട്ടത്തിലല്ല,
യേശുവിന്റെ ജയത്തിലാണ്. യേശുവിന്റെ ജയത്തിലാണ്. എന്നിൽ വ്യാപരിക്കുന്നത് കർത്താവിന്റെ ജയമാണ്. എന്നിൽ വ്യാപരിക്കുന്നത് കർത്താവിന്റെ ജയമാണ്. എന്നിൽ വ്യാപരിക്കുന്നത്, എന്നിൽ വ്യാപരിക്കുന്നത് പിശാചിന്റെ പോരാട്ടമല്ല. പിശാചിന്റെ പോരാട്ടം അല്ല. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ജനിച്ച ശേഷം ജയിക്കുന്നവരല്ല. വീണ്ടും ജനിച്ച് വീഴ്ത്തപ്പെട്ടത് തന്നെ ജയത്തിലാ. വീണ്ടും ജനിച്ചു വീഴ്ത്തപ്പെട്ടത് തന്നെ ജയത്തിലാ. യേശുവിന്റെ ജയത്തിൽ ജനിച്ചു വീഴ്ത്തപ്പെട്ടവരാ നിങ്ങൾ. ഓ, എത്ര പേര് കേൾക്കുന്നു എനിക്കറിയത്തില്ല. കർത്താവേ, ഹൃദയങ്ങളെ തുറന്നിത് കാണിച്ചാട്ടെ. യേശുവിന്റെ ജയത്തിൽ ജനിച്ചു വീഴ്ത്തപ്പെട്ടവരാ നിങ്ങൾ. അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ചു കുലുക്കി ഉറപ്പോടെ ആ വിശ്വാസിയെ ഉറപ്പിച്ചാട്ടെ. കർത്താവിന്റെ ജയത്തിൽ ജനിച്ചു വീഴ്ത്തപ്പെട്ട മകളാ നീ, മകനാ നീ. പുറകിലുള്ള ഒരു കരം കൊടുക്കുന്നില്ല. ഒന്ന് വിശ്വാസത്തിൽ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് ധൈര്യപ്പെടുത്തിക്കേ. നീ ജനിച്ചു വീണിരിക്കുന്നത് തന്നെ യേശുവിന്റെ ജയത്തിലാന്ന് പറഞ്ഞ്. നീ ജനിച്ചു വീണപ്പോ തന്നെ വീണ്ടും ജനിച്ചത് യേശുവിന്റെ ജയത്തിലേക്കാ വീണത്. ഹല്ലേലൂയ. ഇനി ജയം എടുക്കേണ്ട ആവശ്യമില്ല. ജയത്തിലാ നീ നിൽക്കുന്നേ, ജയത്തിലാ നീ നടക്കുന്നേ, ജയത്തിലാ നീ പോകുന്നേ. കാരണം കാൽവരി ക്രൂശിൽ സകലവും ചെയ്ത് കഴിഞ്ഞിട്ടാ നിന്നെ ജനിപ്പിച്ചേ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച ശേഷമാ നിനക്ക് ജയം തന്നേ, നിനക്ക് ജനനം തന്നത്. ഉയർത്തെഴുന്നേറ്റവനായി അവൻ നിന്റെ അകത്ത് കയറുന്നതിന് മുമ്പേ സാത്താന്റെ മേൽ സമ്പൂർണ്ണ ജയം അവൻ എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഉയർത്തെഴുന്നേറ്റവൻ നിന്റെ അകത്തുണ്ടെങ്കിൽ ഒരു പോരാട്ടത്തിനു നിന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഓ, അസത്യം 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 വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റവൻ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, ആ ഉയർത്തെഴുന്നേറ്റവനെ കൊണ്ട് വീണ്ടും ജനിച്ചവരെ, ആ ഉയർത്തെഴുന്നേറ്റവൻ മുഴുവൻ സാത്താന്റെ പ്രവർത്തനങ്ങളെയും ജയിച്ച ശേഷമാ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റത്. ഹല്ലേലൂയ. വചനം അറിയാവുന്നവർ എന്നോട് ചേർന്ന് പറഞ്ഞേ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. മക്കളെ, ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. യേശു ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. ഒരു സാത്താന്റെ മേൽ പോലും ജയമെടുക്കാതിരുന്നില്ല. സകല കുട്ടിപ്പിശാചുക്കളുടെ മേലും ഉയർത്തെഴുന്നേറ്റവൻ ജയാളിയായി. ഭൂമിയും അതിന്റെ അധികാരവും തിരിച്ചു പിടിച്ചു. അവനെ നിരായുധനാക്കി, അവനെ പരസ്യ കാഴ്ചയാക്കി. പിശാചെന്നൊരു വാക്കുപോലും ഒരു ഭക്തന്റെ നാവിൽ നിന്ന് വരേണ്ട ആവശ്യമില്ലെന്ന്. കാരണം ഇത് സാത്താനെ അറിയാത്ത തലമുറയാ, ഇത് കർത്താവിനെ മാത്രം അറിയുന്ന തലമുറയാ. ആ തലമുറയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ തന്നെ വിശ്വാസത്താൽ യേശുവിന്റെ നാമത്തിൽ ആ ജയത്തിലേക്ക് കരമടിച്ച് നന്ദി പറഞ്ഞ് പ്രവേശിച്ചാട്ടെ. ഹല്ലേലൂയ. ചേർത്ത് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാൽ, എന്റെ ബ്രദറെ, ഞാൻ ആ ജയത്തിലാ ജീവിക്കുന്നേ. എന്റെ ജയത്തിലാ ഞാൻ ജീവിക്കുന്നേ. എന്റെ സാത്താനെ കുറിച്ചുള്ള ഭയത്തിലല്ല ഞാൻ കരമടിക്കുന്നേ. ഇന്ന് അഴിയട്ടെ എന്ന് പറയുമ്പോൾ അഴിയാൻ ഒന്നുമില്ല. കാരണം 2013 വർഷം മുമ്പ് സകലതും യേശു അഴിച്ചതാ. തന്റെ ഇടത്തോടെ പറ, വായി തുറന്നു പറ. 2013 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ സകലതും യേശു ചെയ്ത് കഴിഞ്ഞതാ. അവിടുന്ന് ചെയ്ത് തീർക്കാത്തതൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞേ, അവിടുന്ന് ചെയ്ത് തീർക്കാത്തതൊന്നുമില്ല. യേശു ചെയ്ത് തീർക്കാത്തതായിട്ട് ഒന്നുമില്ല. അവനെ നിരായുധനാക്കിയെന്നേ. പിശാചിനെ നിരായുധനാക്കി. അവനെ പരസ്യക്കോലമാക്കി. അവനെ പരസ്യകോലമാക്കി. അവന്റെ മേൽ ജയം കൊണ്ടാടിയെന്നേ. അവന്റെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. അതിന്റെ ശേഷമാണ് ഞാൻ ജനിച്ചേ. അതിന്റെ ശേഷമായി എന്നെ അതിനകത്ത് ജനിപ്പിച്ചിരിക്കുന്നു. അതിനകത്താണ് ഞാൻ ജനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ ജയത്തിൽ ജനിച്ചു വീഴ്ത്തപ്പെട്ടവനാ. ഒന്ന് പറഞ്ഞേ, ഞാൻ ജയത്തിൽ ജനിച്ചു വീഴ്ത്തപ്പെട്ടവനാ. ജയത്തിനകത്താ ജനിച്ച്. ഞാൻ ജയം എടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജയത്തിലാ ഉള്ളേ. കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വപ്പെടുത്തേ. ഇവിടെ 70 പേരോട് യേശു പറയുകയാ, ഇനി നിങ്ങളൊന്ന് പറയാൻ കാത്തിരിക്കുക. ഓ, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്ന ഞാൻ കണ്ടു. അടുത്ത് പറയുക, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. വീണെന്നറിഞ്ഞ് ചെന്നാ മതി. അവൻ വീണെന്നറിഞ്ഞൊന്ന് ചെന്നാ മതി. ഇന്ന് പഴയ വീട്ടിലോട്ട് തന്നെയായി മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോന്നേ. പക്ഷെ ഒരു അറിവോടെയാ കയറുന്നേ ആ വീട്ടിലോട്ട്.
ആ അറിവ് കിട്ടിയവർക്ക് ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. എന്റെ വീട്ടിൽ വാഴുന്നത് സാത്താനല്ല, അവന് വീഴ്ചയും എനിക്ക് വാഴ്ചയും എന്റെ കർത്താവ് ക്രൂശിലൂടെ തന്നു കഴിഞ്ഞു. ഒരൊറ്റ മുതൽ ഭവനങ്ങളുടെ അകത്തുനിന്ന് കറുത്ത ഇരുട്ടുകൾ ഓടി ഇറങ്ങുക. അക്ഷരാർത്ഥത്തിൽ ഇന്ന് വിശ്വസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളിലേക്കും ഈ കർത്താവിന്റെ മഹാരക്ഷ കയറിക്കൊണ്ടിരിക്കുകയാ. ആ വീട്ടിൽ നിന്നെ പാർപ്പിക്കത്തില്ലെന്നോ, ആ വീട്ടിൽ തന്നെ നീ പാർക്കണം. ഹല്ലേലൂയ. ആ ദേശത്ത് നിന്നെ ഓടിക്കുമെന്നോ, ഇല്ല, ആ ദേശത്ത് തന്നെ നീ പാർക്കണം. ഹല്ലേലൂയ. അവിടെ മന്ത്രവാദം ഉണ്ടെന്നോ, എടാ ഉയർത്തെഴുന്നേറ്റ് യേശുവുള്ള നീ എന്തിനാ മന്ത്രവാദത്തെ നോക്കുന്നേ? ഹല്ലേലൂയ. ഒരൊറ്റ മുതൽ ഇന്ന് ആ ജയത്തെ കർത്താവ് കൊടുത്തോണ്ടിരിക്കുക. വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ആ ജയം കയറുകയാ. ഇത് സൈറ്റാൻ കോൺഷ്യസിൽ ജീവിക്കുന്ന തലമുറയല്ല, പിശാചിന്റെ ചിന്തയിൽ ജീവിക്കുന്ന തലമുറയല്ല, ഇത് ക്രൈസ്റ്റ് കോൺഷ്യസിൽ ജീവിക്കുന്ന തലമുറയാ. യേശുവിനെ മാത്രം അറിയാവുന്ന തലമുറയാ. യേശുവിന്റെ ജയത്തിൽ ഒന്ന് കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഈ പറയുന്ന സത്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. സാത്താൻ വീണ കാര്യം സാത്താനും അറിയാം, പക്ഷെ നിങ്ങൾ അറിയാത്തില്ല, നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നും അവനറിയാം. സാത്താൻ വീണ കാര്യം സാത്താൻ അറിയാം. ചോദിച്ചു നോക്ക്, ആകാശത്തുനിന്ന് മിന്നൽ പോലെ വീണതെന്ന് നിനക്ക് അറിയാമോടാ? അറിയാവേ. പിന്നെ ഞാൻ നിന്ന് പോകുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ പാവം സഹോദരിക്ക്, ഈ പാപ സഹോദരൻ അത് അറിയത്തില്ല. അതുകൊണ്ട് ഇവൻ ഇപ്പോഴും വിചാരിച്ചു ഞാൻ വലിയ പുള്ളിയാന്ന. എന്നാൽ ഇന്ന് ആ കള്ളം പൊളിയുവാ കേട്ടോ, ഇന്ന് കള്ളം പൊളിയുവാ കേട്ടോ. ആരുടെയൊക്കെ ഉള്ളിലേക്ക് വലിയ അറിവ് കർത്താവ് കൊടുത്തോണ്ടിരിക്കുക. ഇല്ല 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 ഇല്ല, എനിക്ക് ഒന്ന് കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. എനിക്ക് അറിവ് കിട്ടി. അറിവ് കിട്ടിയവര് മാത്രം ദൈവത്തെ സ്തുതിച്ച് അവരുടെ കാൽ കീഴാവുകയാണ്, അവരുടെ കാൽ കീഴാവുകയാണ്. അവരോട് യേശു വാക്ക് പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല മന്ത്രവാദ ചങ്ങലകൾ പൊട്ടുന്നു. ഞാനിത് പറയുമ്പോൾ വ്യക്തികൾക്ക് വിരോധമായി, കുടുംബങ്ങൾക്ക് വിരോധമായി ചെയ്തു വെച്ചിരിക്കുന്ന സകല ആഭിചാരത്തിന്റെ കെണികളും ഈ വചനത്തിന്റെ അറിവിനാൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറുന്നു. വിശ്വാസത്താൽ അതിപ്പോൾ തന്നെ സംഭവിക്കുന്നു. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അയ്യോ, വചനത്തിന്റെ ശക്തി കയറുക. ആരുടെയൊക്കെ ഉള്ളിലേക്ക് ഈ സത്യത്തിന്റെ പരിജ്ഞാനം അങ്ങ് വീഴുക. ഈ സത്യം അവരെ പ്രകാശിപ്പിക്കുക. വീണവൻ എന്റെ മുമ്പിൽ വാഴാൻ എന്നെ അധികാരം. ആരൊക്കെയോ ഇന്ന് സാത്താനെ നേരിടുക. എടാ കള്ള, ഞാനും അറിഞ്ഞായിരുന്നു കേട്ടോ. എന്റെ കുടുംബജീവിതം തകർത്ത്, എന്റെ ആരോഗ്യം തകർത്ത്, എനിക്ക് വരേണ്ട സമ്പത്തും തടഞ്ഞ്, എന്റെ മകളുടെ വിദ്യാഭ്യാസവും തടഞ്ഞ് നീ വാഴുക അല്ലേ? ഇന്നൊരു സത്യം അറിഞ്ഞിട്ടാ ഞാൻ നിന്റെ നേരെ വരുന്നേ. അയ്യോ, വചനത്തിന്റെ വലിയ ശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അടിച്ചോണ്ടിരിക്കുക. എന്റെ ദൈവമക്കളെ, വിശ്വാസം കുറ്റിച്ചിൽ വെച്ചാണ് മേരിക്കുട്ടിയും കുടുംബവും നമ്മുടെ മീറ്റിംഗിന് ആദ്യമായിട്ട് വരുന്നത്. അവരെന്ത് മേരിക്കുട്ടിയും കുടുംബവും ഡയാലിസിന്റെ കിഡ്നി പേഷ്യന്റ്. യെസ്, കരമുയർത്തി കാണിച്ചേ. എല്ലാവരും കാണിക്കട്ടെ. ആ രണ്ട് മെഡിക്കൽ റിപ്പോർട്ടും വേഗത്തിൽ സ്റ്റേജിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ വേഗത്തിൽ ഒന്ന് കൊണ്ടുവന്നാട്ടെ. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഊഹാപോഹങ്ങളല്ല ഇവിടെ പറയുന്നത്. ആരോ എന്തോ ചെയ്യുന്നു എന്നല്ല, യേശു സൗഖ്യമാക്കുന്നു എന്നുള്ളതിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഈ നാളുകളിൽ ലഭിക്കുന്നു. യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പദ്ധതികളാണ്. രണ്ട് കിഡ്നിയും വീക്കായിട്ട് ഡയാലിസിസ് ചെയ്താലും ഈ കുഞ്ഞിനെ തിരിച്ചു കിട്ടുകയില്ല. ജീസസ്, കാരണം ഇൻഫെക്ഷൻ ഫുൾ ഇന്നർ ഓർഗൻസിനെ ബാധിച്ചിരിക്കുന്നു. ഈ കുഞ്ഞിനെ ഡയാലിസിസ് ചെയ്താലും തിരിച്ചു കിട്ടുകയില്ല എന്ന് പറഞ്ഞ് ആശുപത്രി ഉപേക്ഷിച്ചപ്പോൾ കുറ്റിച്ചിൽ നടന്ന നമ്മുടെ മീറ്റിംഗിന് യാദൃച്ഛികമായിട്ട് ആരോ പറഞ്ഞു വിട്ടു. അവർ യേശുവിനെ അറിയുന്നവരല്ല, ഈ കർത്താവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരായിരുന്നു. ഈ കർത്താവിന്റെ വലിയ സ്നേഹം ആ വീട്ടിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു. കുറ്റിച്ചില മീറ്റിംഗിന് വന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ അവരെ കാണുമ്പോൾ അവർക്ക് യേശുവേ എന്ന് വിളിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു.
പക്ഷെ അന്ന് അവർ വിശ്വസിച്ചു ഈ യേശു ജീവിക്കുന്നുവെന്ന്. നോക്കണമേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ റിപ്പോർട്ടുകൾ നിങ്ങൾ നോക്കണമേ. മെഡിക്കൽ റിപ്പോർട്ട് ഇന്ന് പകൽ എന്റെ അടുക്കൽ കൊണ്ടുവന്നത് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞെട്ടലോടെയാണ് ഞാനിത് കണ്ടത്. 2013 മാസത്തിന്റെ 4-ാം തീയതിയാണ്. 2013 ആണ്ട് 12-ാം മാസത്തിന്റെ 4-ാം തീയതിയാണ്. ഈ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഓരോ കാര്യവും എഴുതി വെച്ചിരിക്കുക. എത്രത്തോളം ഈ കുഞ്ഞ് മരണാസന്നനാണ് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ വ്യക്തമാണ്. ഈ റിപ്പോർട്ട് ഇവർക്ക് കിട്ടി നിരാശരായി. ദൈവമേ, എങ്ങനെ ചിന്തിച്ചു നോക്കി ഈ കുടുംബം അവരെന്ത് ചെയ്യും? മരണാസന്നനായി കുഞ്ഞുമായിട്ട് ദുഃഖത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ വന്ന ദിവസം ഞാൻ ഓർക്കുന്നു. എന്നാൽ ഇന്ന് അവരുടെ കയ്യിൽ വേറൊരു റിപ്പോർട്ട് കൂടി ഉണ്ട്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ഈ റിപ്പോർട്ട് എടുത്തിരിക്കുന്നത്, ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയോ, ഒത്തിരി കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ റിപ്പോർട്ടിൽ ഒത്തിരി കാര്യം എഴുതിയിട്ടില്ല. ഈ സെക്കൻഡ് റിപ്പോർട്ട് എടുത്തിരിക്കുന്ന ഡേറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇത് ഡേറ്റ് ഏതായിരുന്നു? യെസ്, 12/1. ഇന്നലെ മെഡിക്കൽ സയൻസിൽ നിന്ന് കൊടുത്ത റിപ്പോർട്ടാണിത്. മരണാസന്നനായി ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി വൈദ്യശാസ്ത്രം വിധിച്ച ഈ കുഞ്ഞിന് യാതൊരു തകരാറുമില്ല. ഊഹാപോഹങ്ങളല്ല, ആരോ പറഞ്ഞ സങ്കല്പങ്ങളല്ല. ഈ യേശു ഇന്നും ജീവിക്കുന്നു. ഈ യേശു ഇന്നും ജീവിക്കുന്നു. ആ കർത്താവിന്റെ പ്രവർത്തനങ്ങൾ ഇന്നും നടക്കുന്നു. രണ്ട് കരങ്ങളെ ഒന്ന് ഉയർത്തി. ഈ എപ്പിസോഡിൽ നിങ്ങളെ കേൾക്കുവാനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും കർത്താവ് ഒരുക്കിയ നല്ല സന്ദർഭങ്ങൾക്കായിട്ട് സ്തോത്രം. ലോകരാജ്യങ്ങൾ ഞങ്ങളെ കാണുന്നവരെ ഈ സത്യം തിരിച്ചറിയുക. ഇപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. കർത്താവെ, ലോകരാജ്യങ്ങളിൽ ഇന്റർനെറ്റിലൂടെയും യൂട്യൂബുകളിലൂടെയും കർത്താവെ ടിവിയിലൂടെയും ഞങ്ങളെ കാണാൻ പോകുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവസാന്നിധ്യം ഓരോ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. ഇന്നിവിടെ നടന്ന അത്ഭുതങ്ങളുടെ വലിയ അത്ഭുതങ്ങൾ അവരുടെ വീടുകളിൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞതിനാണ് സ്തോത്രം. താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ.